അരക്കം കൊണ്ട് വരുന്നവനെ മെഴുക്കം കൊണ്ട് നേരിടണം. അരക്കം എന്താ മനസ്സിലായോ? ചിലയിടത്ത് വളഞ്ഞി എന്നൊക്കെ പറയും. ചക്ക മുറിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കറയാണ് അരക്കെന്ന് പറയുന്നത്. മെഴുക്ക് മനസ്സിലായല്ലോ, നമ്മുടെ എണ്ണ. അപ്പം അരക്കം കൊണ്ട് വരുന്നവനെ മെഴുക്കം കൊണ്ട് നേരിടുക. അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവോണമാണ്. എല്ലാവരും തിരുവോണം നല്ല രീതിയിൽ ആഘോഷിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. ഓണം നമ്മൾ മാത്രം ആഘോഷിച്ചാൽ മതിയോ? നമ്മൾ ചെടിക്കൊക്കെ കൊടുക്കണ്ടേ എന്തെങ്കിലുമൊക്കെ? നമ്മൾ നല്ല സദ്യയൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് ആഘോഷിക്കും. നമ്മുടെ പാവ ചെടികൾ വല്ലതും നമ്മൾ കൊടുത്താലേ അവർക്കും ഉള്ളൂ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഫ്ലവർ ഉണ്ടാകാനും നല്ല ആരോഗ്യത്തോടെ വളരാനുമുള്ള ഒരു ഫെർട്ടിലൈസർ ആണ്. നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നു എന്ന് തോന്നിയാൽ, ഉപകാരമായി എന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മളുടെ മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ അധികം താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഈ 2 ഇൻഗ്രീഡിയന്റ് ആണ്. ഒന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, സവോള അതും ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിന്റെ രണ്ടിന്റെ തൊലി ഒന്നും കളയണ്ട, അത് അതുപോലെ എടുത്താൽ മതി. ഇപ്പം ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്, എനിക്ക് പ്ലാന്റ് കൂടുതലുള്ള ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. ഇതേ മെത്തേഡ് യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ പ്ലാന്റിന്റെ അനുസരിച്ച് അതിന്റെ അളവ് കുറയ്ക്കാം കേട്ടോ. എനിക്ക് ഇത്രയും വേണം. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്നാ വെച്ചാൽ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ടും മിക്സ് ചെയ്ത് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുക, നിറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കണമെന്ന്. പെട്ടെന്ന് ചൂട് വന്ന അന്നേരം എടുക്കരുത്. നല്ല രീതിയിൽ തിളച്ച് ആവണം. തിളച്ചൊരു 5 മിനിറ്റ് ആ അടുപ്പത്ത് തന്നെ ആ തീയിലിരുന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിന്റെ എസൻസ് എല്ലാം നമ്മുടെ വെള്ളത്തിലിറങ്ങും. അതിനുശേഷം ആ വെള്ളം നമ്മൾ ഒന്നും ചെയ്യാതെ മാറ്റി വെക്കുക. മാറ്റി വെച്ച് ഒരു ദിവസം അങ്ങനെ തന്നെ ഇരിക്കണം, റെസ്റ്റ് ചെയ്യണം. എന്നാലും ഇതിനകത്തുള്ള ആ ഗുണങ്ങളൊക്കെ നമ്മുടെ ഈ ഫെർട്ടിലൈസറിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. എന്നിട്ട് വേണം നമ്മളത് ഫെർട്ടിലൈസർ ആക്കി നമ്മുടെ പ്ലാന്റിന് കൊടുക്കാനായിട്ട്. അപ്പൊ ഇനി ഞാൻ തിളപ്പിക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാര്യം മനസ്സിലായല്ലോ. അതായത് ഒരു 3/4 ഭാഗം വെള്ളം ഒഴിക്കുന്നതിനകത്തേക്ക്, എന്നിട്ട് നല്ല രീതിയിൽ അടുപ്പത്ത് വെച്ച് തിളയ്ക്കുക. എന്നിട്ട് ഒരു ദിവസം മാറ്റി വെക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും കാണാം. ഇന്നലെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഫെർട്ടിലൈസർ ആണിത്, അതായത് സവോളയും കിഴങ്ങും കൂടെ. ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഇതിങ്ങനെ നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പറ്റില്ല, ഫിൽട്ടർ ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. അതിനുശേഷമേ നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ അതിനകത്തുള്ള എസൻസ് എല്ലാം നമ്മുടെ ഈ വെള്ളത്തിൽ ഇറങ്ങി. വെള്ളത്തിന്റെ കളർ കണ്ടോ നിങ്ങൾ? ഞാൻ ഒന്ന് അരിച്ചിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫെർട്ടിലൈസർ ഞാൻ നന്നായിട്ട് ഫിൽട്ടർ ചെയ്തോടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ കളർ കണ്ടോ? അതിന്റെ ആ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇനി നമ്മൾ നമ്മുടെ പ്ലാന്റിന് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെയല്ല കൊടുക്കുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് ഒരു 5 ഇരട്ടി വെള്ളം കൂടെ ആഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഇതിന്റെ പകുതി എടുത്ത് നമ്മുടെ സ്പെയറിൽ ഒഴിച്ചിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്താണ് നമ്മുടെ പ്ലാന്റിന് കൊടുക്കുന്നത്. ഓണം അല്ലേ, അവർക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നമ്മൾ മാത്രം ഓണസദ്യയൊക്കെ ഉണ്ട് ഏമ്പൊക്കം വിട്ട് നടന്നാൽ പോലല്ലോ. നമ്മള് സർവ്വ ചരാചരങ്ങളും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. നമ്മളെ ഒരു ആചാരപ്രകാരം ഉറുമ്പിന് പോലും നമ്മൾ ഊണ് കൊടുക്കും. അപ്പൊ നമ്മൾ അരിമൂടെ വളർത്തുന്ന നമ്മുടെ ചെടികൾക്കും എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇതെല്ലാ ചെടിക്കും കൊടുക്കാൻ കേട്ടോ. ഓർക്കിഡിന് മാത്രമല്ല, അഡീനിയം, റോസ്, നമുക്ക് എന്തെല്ലാം പ്ലാന്റ് ഉണ്ട്, പച്ചക്കറികൾ എല്ലാത്തിനും നമുക്ക് ഈ ഫെർട്ടിലൈസർ കൊടുക്കാം. ഇനിയിപ്പോ ഇത് ഞാൻ പകുതിയാക്കുവാണ്. പകുതിയാക്കിയിട്ട് അതിന്റെ ഇടയ്ക്ക് 5 or 7 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മുടെ പ്ലാന്റിന് കൊടുക്കുന്നത്. വെള്ളം കുറയരുത്, ജൈവവളം എന്നും പറഞ്ഞ് ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വളമാണ്. ഇതിന്റെ ഗുണം എന്നാന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ ഇതൊന്നും ഫിൽട്ടർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഫിൽട്ടർ ചെയ്തിട്ടില്ല, ഡൈല്യൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സ്പെയറിലേക്ക് ഒഴിക്കാം. ഇതിന്റെ പകുതി ഒഴിച്ചിട്ട് ഞാൻ ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മുടെ ചെടിക്ക് കൊടുക്കുന്നത്. എന്നാലേ നമുക്ക് എല്ലാ ചെടിക്കും ആവുള്ളൂ. അപ്പൊ അതുകൂടെ ഞാനൊന്ന് ചെയ്യാം. നമ്മുടെ ഫെർട്ടിലൈസർ ഞാൻ സ്പെയറിലേക്ക് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല നേരെ നമ്മുടെ പ്ലാന്റിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്ലാന്റ് നനയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഓർഗാനിക് ഫെർട്ടിലൈസറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ പ്ലാന്റ് മൊത്തം അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് എപ്പോഴും ഞാൻ പറയുന്നത് പോട്ടി മിക്സും പ്ലാന്റിന്റെ തണ്ടും വേരും അതിന്റെ ഇലയുടെ അടിഭാഗവും എല്ലാം നമ്മൾ മൊത്തത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന്റെ ഗുണം എന്താണെന്നറിയണ്ടേ? നമ്മുടെ ഈ ഫെർട്ടിലൈസർ കൊടുത്താലുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ പറയാമെന്ന് പറഞ്ഞില്ല. നമ്മുടെ ഈ ഫെർട്ടിലൈസറിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, സവോളയും കിഴങ്ങുമാണ്. സവോളയും കിഴങ്ങിനകത്തും നമുക്ക് പൊട്ടാസ്യം, കാർബോഹൈഡ്രേറ്റ്, സൾഫർ, നൈട്രജൻ,
അങ്ങനെ പല ഘടകങ്ങളോടെ അടങ്ങിയതാണ്. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഫ്ലവറിങ്ങിന് നല്ലതാണ്, ചെടിയുടെ ആരോഗ്യത്തിനും. അതുപോലെ കാർബോഹൈഡ്രേറ്റ് ചെടിയുടെ വളർച്ചയ്ക്ക്, സൾഫർ എന്തെങ്കിലും നമ്മുടെ കീടാണുബാധകള്, നമ്മുടെ ഫംഗസ് ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കും. പിന്നെ നൈട്രജൻ ചെടിയുടെ ആരോഗ്യത്തിന്. ഇത്രയും ഘടകങ്ങളാണ് നമ്മുടെ ഈ ഇന്നത്തെ ഫെർട്ടിലൈസറിനകത്തുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്കൊരു 2 ആഴ്ച കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് നേരിൽ കണ്ടു മനസ്സിലാക്കാം. എല്ലാവരും ഈ ഫെർട്ടിലൈസർ ഒന്ന് കൊടുത്തു നോക്ക്. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളോടെ ഒന്ന് പറഞ്ഞതാ. ഓണമൊക്കെ അല്ലേ, ഇപ്പം നിങ്ങളൊക്കെ ഓണം ആഘോഷിച്ചിട്ടിരിക്കുമ്പോഴായിരിക്കുമല്ലോ എന്റെ ഈ വീഡിയോ കാണുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. വീണ്ടും ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്.